ഹരേ കൃഷ്ണ. സർവകൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോരുത്തരും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായാണ് ഓരോ ദിവസത്തെയും വരവേൽക്കുന്നത്. എന്നാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നടന്നു കിട്ടുമോ എന്നും ഇനി നടന്നാൽ തന്നെ എന്ന് നടക്കും ഇതൊക്കെയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും നാം ഓരോരുത്തരും ഒട്ടും ക്ഷമയില്ലാത്തവരായി മാറുന്നു. എന്ത് ആഗ്രഹിച്ചാലും പെട്ടെന്ന് തന്നെ അത് നടന്നു കിട്ടണമെന്നുള്ള ഒരു വ്യാമോഹം ചിലപ്പോൾ ഞാൻ അടക്കമുള്ള നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ ഉടലെടുക്കുന്നു. അപ്പോൾ സാക്ഷാൽ ഭഗവാനും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് സ്പെഷ്യലായി എന്തെല്ലാം വേണമോ അതെല്ലാം അതിൻ്റേതായ സമയത്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ചിലപ്പോൾ ഈ യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകുന്നു എന്നതാണ് വാസ്തവം. സുഖം മാത്രം തേടിപ്പോകുന്ന യാത്രയിൽ പലതും നമ്മൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുന്നു. ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാത്തവരായി ആരും തന്നെയില്ല. എത്ര വലിയവനാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നുണ്ടാകാം. ഒരുപക്ഷേ നമ്മളത് അറിയുന്നില്ലെന്ന് മാത്രം. എന്തു തന്നെയായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. വിശ്വാസമുള്ളവർക്ക് വളരെ നല്ല ഫലങ്ങൾ മാത്രമാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ ലഭിക്കുക. എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത്? ആ ഒരു അറിവ് വളരെ കൃത്യതയോടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറയുന്ന ഒരു ചിത്രം പൂർണ്ണ മനസ്സോടുകൂടി തന്നെ തിരഞ്ഞെടുക്കുക. ആ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട ദേവീദേവന്മാരെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങൾ നടന്നു കിട്ടണമേ എന്ന് മനസ്സൊരുക്കി തന്നെ പ്രാർത്ഥിക്കുക. ആ ഒരു പ്രാർത്ഥനയിലൂടെ തന്നെ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരേ സമയം ഒരു ചിത്രം മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് തികച്ചും ഫലവത്തായിട്ടുള്ള ഫലങ്ങൾ ഈ ഒരു തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിരവധി പ്രശ്നങ്ങളാൽ മനസ്സമാധാനം നഷ്ടപ്പെട്ട് വളരെ വിഷമകരമായ ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആശ്വാസകരമായ ഒരു കരങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വേദനാജനകമായ കാര്യം. ഏതു കാര്യം വളരെ ആഗ്രഹിച്ച് ചെയ്യാൻ തുടങ്ങിയാലും ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ചിന്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. മനസ്സ് മുഴുവനും വിഷമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഷ്ടതകളും ഇതുമൂലം പല നഷ്ടങ്ങളും ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവികമായ വിശ്വാസം നല്ലപോലെ നിങ്ങളിലുണ്ട്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും നല്ലതുപോലെയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒരുപക്ഷെ നിങ്ങളെ അതുപോലെ സ്നേഹിക്കുകയോ നിങ്ങളുടെ ബുദ്ധിമുട്ട് സമയത്ത് ഒരു കൈ സഹായത്തിന് പോലും ഉപകാരമില്ലാത്തവരായി മാറുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഒരു തരത്തിലുള്ള കരുതലും സ്നേഹവും ഒന്നും അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. വളരെ ശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ. അതിനാൽ തന്നെ ആരെ എത്ര തന്നെ വേദനിപ്പിച്ചാലും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനൊന്നും വിപരീതമായി പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ല. ആരോടും വെറുപ്പും വിദ്വേഷവും നിങ്ങളുടെ മനസ്സിലോ ചിന്തകളിലോ പ്രവൃത്തിയിലോ പ്രകടമാകുന്നതല്ല. നല്ലത് മാത്രം വരണമെന്ന് എപ്പോഴും അഗാധമായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. വിഷമിക്കേണ്ട അവസ്ഥ ഒന്നും തന്നെയില്ല. തൊഴിൽ മേഖലയിലും കുടുംബാന്തരീക്ഷത്തിലും നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ സമചിത്തതയോടെ കാത്തു നിൽക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചില ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
നിങ്ങളുമായി അകന്നു നിൽക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവർ അകന്നു നിന്നിരുന്നത് എങ്കിൽ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കി നിങ്ങളിലേക്ക് അടുത്തു വരാനുള്ള സാധ്യതയും വിദൂരമല്ല. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളിൽ നല്ല രീതിയിലുണ്ട്. ഒരു സമയത്തുണ്ടായിരുന്ന കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരവസ്ഥയും വന്നു ചേർന്നിരുന്നു. കടബാധ്യതകൾ നല്ലതുപോലെ പ്രയാസത്തിലാക്കാറുണ്ട്. മക്കളുടെ വിവാഹമായോ ഉപരിപഠനമായോ അതുമല്ലെങ്കിൽ ദാമ്പത്യപരമായ പല പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങൾ ധാരാളം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ അതെല്ലാം മാറാനുള്ളൊരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും വളരെയധികം നല്ലൊരു സമയമായിട്ടാണ് ഇനി വരാൻ പോകുന്നത്. കൂടപ്പിറപ്പുകൾ പോലും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നിങ്ങളെ ശ്രദ്ധിക്കാത്തൊരവസ്ഥയും വന്നു ചേർന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ നാളായി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നു. പണം കടം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും വളരെ ശ്രദ്ധാപൂർവം മാത്രം ചെയ്യുക. പല രീതിയിലുള്ള ചതികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. വിഷമങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി യുക്തിപൂർവം നല്ല രീതിയിൽ ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അടിക്കടി അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അതായത് എത്ര കയ്യിൽ പൈസ കിട്ടിയാലും അത് നമുക്ക് ഗുണത്തിനല്ലാതെ പലതരത്തിലുള്ള നമുക്കൊരു കാര്യത്തിലും ഉപയോഗപ്പെടാതെ അല്ലെങ്കിൽ ഉപകാരപ്പെടാതെ അത് പൊട്ടിത്തെറിച്ച് പോവുകയാണ് ചെയ്യുന്നത്. മറ്റു പല പ്രയാസങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും സാമ്പത്തികമായ പ്രയാസമാണ് നിങ്ങളുടെ വിഷമങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കടങ്ങൾ കൂടുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ജോലി വരെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. കർമ്മശേഷിയും ബുദ്ധിസാമർഥ്യവും കഴിവും ഒക്കെ ഉണ്ടായിട്ടും നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതൊക്കെ തിരികെ ലഭിക്കുവാനുള്ള സാധ്യതകളും ഇനി വിദൂരമല്ല. മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും അഭിനന്ദനങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾക്കുള്ളത്. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. ആത്മാർത്ഥത കൈമുതലാക്കി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. അതാണ് പലപ്പോഴും നിങ്ങൾക്ക് വിനയായിട്ടുള്ളതും. കർമ്മമേഖലയിൽ പല തിരിച്ചടികളും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്. അതെല്ലാം മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മനസ്സുറപ്പും ഊർജവുമൊക്കെ വളരെയധികം ഉള്ളവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പല അവസരങ്ങളും നിങ്ങളിൽ നിന്ന് നഷ്ടമായി പോകുന്നത്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ വരാനുള്ള നല്ല സമയത്തെ എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാമെന്ന് ഓർക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതല്ല. ഉണർവോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് ഇത്. ജീവിതത്തിൽ വന്നു ചേരുന്ന പല പുതിയ പുതിയ അവസരങ്ങൾ സമചിത്തതയോടെ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതോ തളർത്തുന്നതോ ആണെങ്കിൽ അത് വിട്ടുകളയുക. ദൈവവിശ്വാസം നല്ല രീതിയിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചവരൊക്കെ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ കാണാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉടൻ വന്നു ചേരുന്നതാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റു വ്യക്തികളോ ഒക്കെ ആയിരിക്കാം. വരും നാളുകൾ ഭാഗ്യനിർഭാഗ്യങ്ങളാൽ നിറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ ചിലതെങ്കിലും നടന്നു കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. വീഴ്ചകളൊക്കെ നല്ല രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യപരമായി നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.